Call is now being recorded. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, അപ്പൊ LDR എന്താണ്, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സിനെ മെയിൻലി എത്ര സോൺ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3 സോൺ. ഏതൊക്കെയാണ് 3 സോൺസ്? അൺസ്റ്റെറൈൽ സോണ്, പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോണ്. ഓക്കെ, അൺസ്റ്റെറൈൽ സോൺ ഉണ്ട്, പിന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഇങ്ങനെ 3 സോണുകളായിട്ട് ഈ LDRനെ, ഈ കോംപ്ലക്സിനെ മ്യൂട്ട് ചെയ്തോളൂ, കോംപ്ലക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അൺസ്റ്റെറൈൽ സോണിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സിൻഡോ, അൺസ്റ്റെറൈൽ സോണിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അൺസ്റ്റെറൈൽ സോണിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസിന്റെ പ്രത്യേകത എന്തൊക്കെയാ? അതൊരു അഡ്മിനിസ്ട്രേഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, പിന്നെ എന്താണ് വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ഈ മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഈ ഏരിയാസ് ഒന്നും എങ്ങനെയാണ് സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അൺസ്റ്റെറൈൽ സോൺ ആണ് ഇതെല്ലാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിക്കോട്ടെ, വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ, പബ്ലിക് യൂട്ടിലിറ്റി ആയിക്കോട്ടെ, ഇത് മൂന്നും എങ്ങനെയാണ് സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെ ഏരിയ ഉൾപ്പെടുന്നത്? സഫീറ, പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെ ഏരിയാസാ ഉൾപ്പെടുന്നത്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ചേഞ്ച് റൂം PPE വിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമാണ് ചേഞ്ച് റൂം. പ്രീ ലേബർ റൂം എന്ന് പറഞ്ഞാല് ഡെലിവറി റൂമിൽ പോകുന്നതിന് മുമ്പ് പേഷ്യൻസ് ഉണ്ടാവുന്ന റൂമാണ് പ്രീ ലേബർ റൂം. ദെൻ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന. ഡെലിവറി സോണിൽ ഏതൊക്കെ ഏരിയാസാ ഉൾപ്പെടുന്നത്? ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. സ്ക്രബ് സ്റ്റേഷൻ എന്താണ്? സ്ക്രബ് സ്റ്റേഷൻ എന്തായിരുന്നു? സ്ക്രബ് എന്തായിരുന്നു? സ്ക്രബിംഗ് മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് സ്ക്രബിംഗ് മെത്തേഡ്? ഗ്ലൗസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നതിന് സ്ക്രബ് എന്ന് പറയുന്നത്. നമ്മള് സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ, ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുന്നതിനെയാണ്, ഇത്തരം പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ക്രബിംഗ് ചെയ്യുന്ന ആ സ്റ്റേഷൻ ആണ്, ആ ഏരിയയാണ് സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതും എവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഡെലിവറി സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ ഫെസിലിറ്റീസ്, അതിൽ വേണ്ട ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ടുഡേ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ആണ്. Okay, today we are going to discuss about what? Labor ward protocols. Okay, നമ്മൾ പ്രോട്ടോകോൾസ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റൽസ് ഫോളോ ചെയ്യേണ്ട, അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനുകളെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേബർ വാർഡിലെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഓക്കെ, ലേബർ വാർഡിൽ മെയിൻ ആയിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ഏരിയ ആണെന്ന് പറഞ്ഞല്ലേ ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേബർ റൂമിൽ ചൈൽഡ് ബർത്തിന്റെ ടൈമില് ആ അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിയും വെൽബീയിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടി നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്, ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ്? ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിയും വെൽബീയിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ്, മാർഗനിർദ്ദേശങ്ങളെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേബർ റൂമിൽ മാത്രമല്ല ഈ പ്രോട്ടോകോൾസ് ഉള്ളത്.
എവിടെയൊക്കെയുണ്ട്? ആദ്യം ഈ ഫസ്റ്റ് പ്ലേസ് ഏതാണ്? ഈ പേഷ്യന്റ് വന്നെത്തിച്ചേരുന്ന ഫസ്റ്റ് പ്ലേസ് ഏതായിരുന്നു? ഏതാണ്? നമ്മൾ മെറ്റേണിറ്റി വാർഡിന്റെ ഡിഫറെന്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് പാർട്ട് ഏതായിരുന്നു? റിസീവിംഗ് ഏരിയ. എന്തോ? റിസീവിംഗ് ഏരിയ. ഓക്കെ. ആ ഏരിയയില് പ്രോട്ടോകോൾസ് ഉണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ഏത് എക്സാമിനേഷൻ ഏരിയയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അവിടെയും ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് എല്ലാം പാലിക്കണം. എന്താണ്? വിശദമായ പരിശോധന നടത്തണം, വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യണം. അങ്ങനെ ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പ്രീ ഡെലിവറി റൂമിലേക്ക് എത്തുന്നുണ്ട്. അവിടെയും ധാരാളം മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഓക്കെ, ഈ പ്രഗ്നൻസി വുമണിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ അവരുടെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ ധാരാളം ഇൻസ്ട്രക്ഷൻസ് ആ റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ലേബർ റൂമിലും. ഓക്കെ, ഇനി ലേബർ റൂം കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങോട്ടേക്കാ പോകുന്നത്? പോസ്റ്റ് ഡെലിവറി. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂമിലേക്കാണ് പോകുന്നത്. അവിടെയും എന്തുണ്ട്? പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്കും വെൽബീയിങ്ങും ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നോക്കാം. ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? The protocols for the labor ward offer explicit instructions for managing ward activities, ensuring the ward operates efficiently and delivers excellent medical care to pregnant women. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? വാർഡ് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനും ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് എല്ലാ ഹെൽത്ത് കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും വാർഡുകളുടെ പ്രവർത്തനം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നൽകുന്ന ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്, ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞത്? വാർഡ് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് ചില ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി വുമണിന് എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ വാർഡുകളുടെ പ്രവർത്തനങ്ങൾ പ്രോപ്പർ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, അതിനുവേണ്ടി ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ സ്റ്റേജസിലും ഒരു പ്രഗ്നൻസി വുമൺ ഹോസ്പിറ്റലിൽ എത്തുന്ന നിമിഷം മുതൽ ഡിസ്ചാർജ് ആകുന്ന നിമിഷം വരെ എല്ലാ സ്റ്റേജസിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോകോൾസ് നിലവിലുണ്ട്. ഓക്കെ, അതെല്ലാം ഫോളോ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ആണ്. ക്ലിയർ ആണോ? These protocols are in regarded to the ഈ പ്രോട്ടോകോൾസ് മെയിൻ ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? എവിടെയൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് encompass the duties and obligations of administrative and professional responsibilities. Okay, criteria for admission, traffic control, ward regulation, disaster management, etc. അപ്പൊ ഏതൊക്കെ ഓക്കെ, സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നെക്സ്റ്റ് പേജ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ അല്ലേ? അപ്പൊ എവിടെയൊക്കെയാണ് ഇത്തരം പ്രോട്ടോകോൾസ് നിലവിലുള്ളത്? എവിടെയൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ, പിന്നെന്താണ്? പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്. അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ ചെയ്യുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? എന്തൊക്കെയായിരിക്കാം ക്രൈറ്റീരിയാസ്? ഒരു പേഷ്യന്റിനെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ എക്സാമിനേഷൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എക്സാമിനേഷൻ ഏരിയയിൽ കൊണ്ടുപോയിട്ട് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. അതിലെ കോൺട്രാക്ഷൻസിന്റെ പാറ്റേൺ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? കോൺട്രാക്ഷൻസിന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോൺസെന്റ് ഫോംസ്, സമ്മതപത്രം വാങ്ങിക്കാറില്ലേ? സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ നമ്മൾ കോൺസെന്റ് ഫോംസ് സൈൻ ചെയ്ത് നൽകേണ്ടതാണ്, സമ്മതപത്രം നൽകേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അഡ്മിഷൻ ടൈമിലുള്ള പ്രോട്ടോകോൾസുകളാണ്.
ക്ലിയർ ആണോ? അഡ്മിഷനുള്ള ക്രൈറ്റീരിയാസ്, അഡ്മിഷൻ ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് ആണ് എന്തെല്ലാമാണ്? ഇനീഷ്യൽ അസസ്മെന്റ് നടത്തിയിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാ? അവരുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺട്രാക്ഷൻസിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ കോൺട്രാക്ഷൻസിന്റെ പാറ്റേൺ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോൺസെന്റ് ആയിട്ടുള്ള ഫോം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രോട്ടോകോൾസ് ആണ്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താ പറയുന്നത്? ട്രാഫിക് കൺട്രോൾ. എന്താ ട്രാഫിക് കൺട്രോൾ? ഈ ലേബർ റൂമിലേക്ക് എല്ലാവരും വിസിറ്റേഴ്സ് അലൗഡ് ആണോ? ലേബർ റൂമിലോട്ടല്ല, ലേബർ വാർഡിലോട്ട് വിസിറ്റേഴ്സ് അലൗഡ് അല്ല അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് വിസിറ്റേഴ്സിനെ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയും പിന്നെന്താണ് ഇൻഫെക്ഷൻ, മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വിസിറ്റേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈ ട്രാഫിക് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? വാർഡിലേക്കുള്ള വിസിറ്റേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു അല്ലെ? അവർക്കൊരു പെർട്ടിക്കുലർ ടൈം അലൗ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പെർട്ടിക്കുലർ നമ്പറും അലൗ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും എല്ലാവരെയും കാണിക്കോ? ബേബിനെയും കുഞ്ഞിനെയും എല്ലാവരെയും കാണിക്കോ? ഇല്ല അല്ലെ? എല്ലാവർക്കും വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. അലൗഡ് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ ടൈം അവർക്ക് വിസിറ്റേഴ്സിനുള്ള ടൈം പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ മാത്രമാണ് എൻട്രി ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയാണിത്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയും ബേബിയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയും പിന്നെ തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയുമാണ് ഇത്തരം കൺട്രോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ട്രാഫിക് കൺട്രോൾ ക്ലിയർ ആണോ? അതേപോലെ തന്നെ വാർഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് വാർഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. ഓക്കെ, വാർഡിൽ ഫോളോ ചെയ്യുന്ന ചില പ്രോട്ടോകോൾസ് ആണ്, ചില പോളിസിയാണ്. അല്ല, വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കാം? എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ ലേബർ വാർഡിലുള്ള പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അസസ് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ വൈറ്റൽ സയൻസും മോണിറ്റർ ചെയ്യാറുണ്ട്. ഓക്കെ, ആ റൂം നമ്മൾ ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇതൊക്കെ വാർഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് ആണ്. ക്ലിയർ ആണോ? ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ദുരന്ത നിവാരണം. എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഡേഞ്ചർ ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം? ഇപ്പൊ സപ്പോസ് നമ്മൾ കെമിക്കൽ സ്പില്ലേജ് പഠിച്ചു അല്ലേ? അപ്പൊ ഒരു ലേബർ റൂമിൽ എന്തെങ്കിലും ഒരു കെമിക്കലിന്റെ സ്പില്ലേജ് ഉണ്ടായി, ഫസ്റ്റ് നമ്മൾ എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എന്തൊക്കെയാ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചതാ, കെമിക്കൽ സ്പില്ലേജ് ഉണ്ടായാല് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? സുരഭി, ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് സ്കില്ലാണെന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, ഏരിയ എവിക്റ്റ് ചെയ്യണം, അതിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? കണ്ടെയ്ൻ ചെയ്യണം അല്ലേ? അതുമായിട്ട് മ്യൂട്ട് ചെയ്തുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ഡിസ്കാർഡ് ചെയ്യണം. ഇതേപോലുള്ള ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ? സ്റ്റെപ്പുകളെല്ലാം പ്രോട്ടോകോൾസ് എന്നാണ് പറയുന്നത്. അവിടെ പാലിക്കേണ്ട ഒരു കെമിക്കൽ സ്പിൽ ഉണ്ടായാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അതേപോലെ തന്നെയാണ് പാൻഡമിക് ഉണ്ടായാലും, ഇപ്പൊ കൊറോണ, കോവിഡ് ഒക്കെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായാൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് പാലിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കാം? ഇതൊക്കെ ഒരു ഡിസാസ്റ്റർ ആണ് അല്ലെ? പെട്ടെന്ന് വരുന്ന ഒരു സംഭവങ്ങളാണ്. എന്തൊക്കെയായിരിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കണം? എങ്ങനെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യും? PPE വെയർ ചെയ്യണം വേണ്ടേ? പിന്നെന്തായിരിക്കാം? ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണം വേണ്ടേ? ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക് വരാതെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്? ഐസൊലേഷൻ ചെയ്യാം അല്ല? പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യാം. അപ്പൊ ഇതേപോലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട്. അതും ഫോളോ ചെയ്യേണ്ടത് ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ്
അഡ്മിഷന്റെ ടൈമിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, ക്രൈറ്റീരിയ ഫോർ അഡ്മിഷന്റെ ടൈമിൽ ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതേപോലെ തന്നെ വിസിറ്റേഴ്സിന്റെ കാര്യത്തിൽ ലേബർ വാർഡിലേക്കുള്ള വിസിറ്റേഴ്സ് എങ്ങനെയാണ് അലൗഡ് അല്ല. ആ ഒരു ഏരിയയിലും ആ ഒരു കാര്യത്തിലും എന്താണ് ട്രാഫിക് കൺട്രോളിലും എന്താണ് ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പാലിച്ചിരിക്കണം. അതേപോലെ തന്നെ വാർഡുമായി ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു പാൻഡമിക് ഉണ്ടായാൽ ആ സിറ്റുവേഷനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചും ഹോസ്പിറ്റൽസിന് വ്യക്തമായ ഒരു പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റലിന് മാത്രം പ്രോട്ടോകോൾ ഉണ്ടായാൽ മാത്രം മതിയോ? അതെങ്ങനെ? അതിനുള്ള ട്രെയിനിങ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ PPE എങ്ങനെ വെയർ ചെയ്യണം, PPEയുടെ യൂസ് എന്താണ്, അല്ലെങ്കിൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം, ഒരു സ്പില്ലേജ് ഉണ്ടായാൽ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം? സോഡിയം ഡൈക്ലോറൈഡ് അല്ലേ മാഡം? എന്തോ? സോഡിയം ഡൈക്ലോറൈഡ്. മെർക്കുറി ആണെങ്കിൽ സോഡിയം തയോസൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അറിയുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ പഠിക്കുന്നത് എങ്ങനെയാ? ട്രെയിനിങ്ങിലൂടെയാണ്. ഓക്കെ, ഈ പ്രോട്ടോകോൾസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ക്ലിയർ ആണോ? പിന്നെ നെക്സ്റ്റ് പിന്നെ വരുന്നത് എവിടെയൊക്കെയാണ് പ്രോട്ടോകോൾസ് ഉള്ളത്? ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ്. ഏതൊക്കെയാണ് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ? Clinical recommendations that cover inpatient care, management of labor, postpartum care, newborn care, etc. അപ്പൊ ക്ലിനിക്കൽ റെക്കമെൻഡേഷനിൽ ഏതൊക്കെയാ വരുന്നത്? ഇൻപേഷ്യന്റ് കെയർ വരുന്നുണ്ട്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ആ ഇൻപേഷ്യന്റ് നമ്മൾ കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ? ആ പേഷ്യന്റിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കണ്ടീഷൻ അസസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അഡ്മിറ്റ് ആകുന്നതിന് വേണ്ടി ഒരു റൂം അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരം കെയറുകൾ, ഇത്തരം കാര്യങ്ങൾ എന്താണ് ഒരു ഇൻപേഷ്യന്റിനെ സംബന്ധിച്ച് ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട്, അതെല്ലാം പാലിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റ് എങ്ങനെയാണ് ഇൻപേഷ്യന്റ് ആകുന്നത്? എപ്പോഴാ? ഔട്ട് പേഷ്യന്റും ഉണ്ട്, ഇൻപേഷ്യന്റും ഉണ്ട്. വരുന്ന ഒരു പേഷ്യന്റ് എപ്പോഴാണ് ഇൻപേഷ്യന്റ് ആകുന്നത്? അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെ? അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസുകൾ നിലവിലുണ്ട്, അതെല്ലാം പാലിച്ചായിരിക്കണം അഡ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ഓഫ് ലേബർ. എന്താണ് മാനേജ്മെന്റ് ഓഫ് ലേബർ? ഒരു പേഷ്യന്റ്, ഒരു പെയിനുമായിട്ട് വരുന്ന ഒരു വുമൺ അല്ലെങ്കിൽ പ്രഗ്നൻസി വുമൺ എന്താണ് ആ വരുന്ന നിമിഷം മുതൽ ഡിസ്ചാർജ് ആകുന്ന നിമിഷം വരെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് റിസീവിംഗ് ഏരിയാസിൽ വരുന്നു, ദെൻ എക്സാമിനേഷൻ ഏരിയയിലോട്ട് പോകുന്നു, പിന്നെന്താണ് പ്രീ ഡെലിവറി റൂം, ദെൻ ലേബർ റൂം, പിന്നെ എങ്ങോട്ടേക്കാ പോകുന്നത്? പോസ്റ്റ്മോർട്ടം യൂണിറ്റ് അല്ലെ? ആ ഏരിയയിലോട്ടും പോകുന്നു. അപ്പൊ എല്ലാ ഏരിയാസിലും അവിടെ പാലിക്കേണ്ട എന്താണ് പ്രോട്ടോകോൾസുകൾ നിലവിലുണ്ട്. അപ്പൊ ഈ ഓരോ സ്റ്റേജസിലും അതെന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ആവശ്യമായ കെയറുകൾ പ്രഗ്നൻസി വുമണിന് നൽകിയിരിക്കണം. ആ പ്രോട്ടോകോൾസ് പാലിച്ചായിരിക്കണം എല്ലാ ഹെൽപ്പുകളും അല്ലെങ്കിൽ എല്ലാ അസിസ്റ്റും നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദെൻ പോസ്റ്റ്മോർട്ടം കെയർ. നമ്മളൊരു പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ വെറുതെ കെയർ ചെയ്താൽ പോലെ എന്താണ് ആ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം, ആ പോളിസി അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പോസ്റ്റ്മോർട്ടം കെയർ. പോസ്റ്റ്മോർട്ടം കെയറിൽ എന്തൊക്കെയാ വരുന്നത്? അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ആ പ്രോസസ്സിന് ശേഷം പേഷ്യന്റിനെ നെക്സ്റ്റ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്തൊക്കെ കെയറാ പ്രൊവൈഡ് ചെയ്യേണ്ടത്? അപ്പൊ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കെയറും എങ്ങനെയായിരിക്കണം? ആ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചായിരിക്കണം കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്തൊക്കെ കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്? എന്തൊക്കെ ആയിരിക്കാം? പോസ്റ്റ് പാർട്ടം, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യും? ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അല്ലേ? പിന്നെന്താണ് സ്റ്റിച്ചസ് ഉണ്ടാവാറുണ്ട്, അപ്പൊ അതിനുള്ള കെയർ നമ്മൾ കൊടുക്കണം. ബ്ലീഡിങ്ങിനുള്ള കെയർ കൊടുക്കണം. ഓക്കെ, വൈറ്റൽ സൈൻസ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കെയർ എല്ലാം കൊടുക്കേണ്ടത് പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം. അതേപോലെ തന്നെ ന്യൂ ബോണിന്റെ കേസിലാണെങ്കിലോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്തൊക്കെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്?
ന്യൂ ബോണിനെ സംബന്ധിച്ച് ഫീഡിങ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? പിന്നെന്തൊക്കെയാണ്? ആ ബേബീസിന്റെ ഫസ്റ്റ് ടൈം തന്നെ ആ ബേബിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യണ്ടേ? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട്, ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് അവരുടെ വെയിറ്റ്, ഹൈറ്റ് മുതലായ ഫാക്ടേഴ്സുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഈ പ്രോട്ടോകോൾസ് നിലവിലുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ്? അഡ്മിഷന്റെ ടൈമിൽ നമുക്ക് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, അതേപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ, വിസിറ്റേഴ്സിനെ സംബന്ധിച്ച് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, വാർഡുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതിനെക്കുറിച്ചും വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇൻപേഷ്യന്റ് കെയർ. ഓക്കെ, പിന്നെന്തായിരുന്നു? മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ, ന്യൂ ബോൺ കെയർ. ഓക്കെ, ഇതെല്ലാ കെയറും കൊടുക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിലാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്? ലേബർ വാർഡ് പ്രോട്ടോകോൾസിൽ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്? രേവതി പ്രഗ്നന്റ് വുമൻസിന്റെയും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ്. സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾസ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രോട്ടോകോൾസാ ഉള്ളത്? ഏതൊക്കെ ഏരിയയിലാണ് പ്രോട്ടോകോൾസ് ഉള്ളത്? അതായത് ലേബർ റൂമിൽ, പോസ്റ്റ് റൂമിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ടാവും. ന്യൂ ബോൺ ബേബീസിനെ അതിന്റെ കെയർ ചെയ്യുന്നതിന്റെ പ്രോട്ടോകോൾസ് ഉണ്ട്. പിന്നെ ലേബർ റൂമിലേക്ക് എത്തുന്നതിന് മുൻപ് അവരെ കെയർ ചെയ്യുന്നതിനെ കുറിച്ച് പ്രോട്ടോകോൾസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ രേവതി. പിന്നെ എന്തൊക്കെയാ പ്രോട്ടോകോൾസ്? ഏതൊക്കെ ഏരിയാസിലാ പ്രോട്ടോകോൾസ് ഉള്ളത്? ആരെങ്കിലും ഒരാൾ മ്യൂട്ട് ചെയ്തോ. എന്തോ? അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷന്റെ ടൈമില് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾസുകൾ ഉണ്ട്. പിന്നെന്താണ്? ട്രാഫിക് കൺട്രോൾ. എന്തോ? ട്രാഫിക് കൺട്രോൾ. ട്രാഫിക് കൺട്രോൾ. ഓക്കെ. എന്തോ? വാർഡ് റെഗുലേഷൻസുമായിട്ട് വാർഡിൽ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ക്ലിനിക്കൽ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട് ഇൻപേഷ്യൻ കെയർ കൊടുക്കുന്നതിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണ് മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്പാർട്ടം കെയർ, ന്യൂ ബോൺ കെയർ. ഓക്കെ, ഇതിലൊക്കെ എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്? എല്ലാ പ്രോട്ടോകോൾസും അനുസരിച്ചായിരിക്കണം കെയർ കൊടുക്കേണ്ടത്. ദെൻ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ, ഓക്കെ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. ഓക്കെ, അപ്പൊ ഡെലിവറി റൂമിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബർ റൂമിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ ടേബിൾ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലേബർ ടേബിൾ ഓൾസോ നോൺ ആസ് ഡെലിവറി ടേബിൾ അല്ലെങ്കിൽ ബെർത്തിങ് ബെഡ്. ഓക്കെ, ലേബർ ടേബിൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡെലിവറി ടേബിൾ, ബെർത്തിങ് ബെഡ്. ലേബർ ടേബിൾ ഓൾസോ നോൺ ആസ് ഏതൊക്കെയാണ്? ഡെലിവറി ടേബിൾ എന്നും അറിയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ ബെർത്തിങ് ബെഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ചൈൽഡ് ബെഡ് പ്രോസസ്സിൽ എന്താണ് സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾ ആണ് ഏത്? ഡെലിവറി ടേബിൾ അല്ലെങ്കിൽ ലേബർ ടേബിൾ, അതും അല്ലെങ്കിൽ ഏതാണ് ബെർത്തിങ് ബെഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ
തിയേറ്ററിലെ ടേബിളിന്റെ കാര്യം പഠിച്ചില്ലേ? അതെങ്ങനെയായിരുന്നു? അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെയാണ് ലേബർ ടേബിൾ എങ്ങനെയാണ്? അഡ്ജസ്റ്റബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ചൈൽഡ് ബെഡ് പ്രോസസ്സ് സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ലേബർ ടേബിൾ. നെക്സ്റ്റ് ടൂൾ ഏതാണ്? റേഡിയൻ വാർമർ. ഓക്കെ, റേഡിയൻ വാർമർ ഫസ്റ്റ് ടൂൾ ആണ് ലേബർ ടേബിൾ. സെക്കൻഡ് വൺ റേഡിയൻ വാർമർ. എന്തായിരിക്കും റേഡിയൻ വാർമർ? ആ ന്യൂബോൺ ബേബീസിന് ഹീറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ന്യൂബോൺ ബേബീസിന് ആ ജനിച്ച ഉടനെ തന്നെയുള്ള ന്യൂബോൺ ബേബീസിന് എന്താണ്? കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയൻ വാർമർ എന്ന് പറയുന്നത്. ആ ന്യൂബോൺ ബേബീസിന് എന്താണ്? കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയൻ വാർമർ. ഓക്കെ, അപ്പൊ ഇതിൽ ന്യൂബോൺ ബേബീസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? ഹീറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിൽ ഹീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ന്യൂബോണിന് പ്രോപ്പർ ആൻഡ് കൺട്രോൾഡ് വാംസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇൻഫ്രാറെഡ് ഹീറ്റ് ലാമ്പുകൾ ഇതിലുണ്ടായിരിക്കും. ഏതാണ്? ന്യൂബോൺ ബേബീസിന് എന്ത് കൺട്രോൾഡ് ആയിട്ടുള്ള ഈ വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇൻഫ്രാറെഡ് ഹീറ്റ് ലാമ്പുകൾ ഇതിലുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, റേഡിയൻ വാർമർ എന്താണ്? ഇപ്പോ ന്യൂബോണിന് കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് റേഡിയൻ വാർമർ. ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ ഹീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് ഇതിൽ. അത് ഏതാണ്? പ്രോപ്പർ ആൻഡ് കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇൻഫ്രാറെഡ് ഹീറ്റ് ലാമ്പുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് സ്റ്റെറിലൈസേഴ്സ്. ഓക്കെ, സ്റ്റെറിലൈസേഴ്സിന്റെ ഉപയോഗം എന്താണ്? എന്തിനു വേണ്ടിയാ സ്റ്റെറിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്? ലേബർ റൂമിൽ. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരിക്കാം സ്റ്റെറിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്? ജം ഫ്രീ ആക്കാൻ. ജം ഫ്രീ ആക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റെറിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഈവൻ ആ ലേബർ റൂമും ജം ഫ്രീ ആക്കുന്നതിന് ധാരാളം ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ആ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് ജം ഫ്രീ ആക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സുകളെ ജം ഫ്രീ ആക്കുന്നതിന് എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഡിവൈസിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓട്ടോക്ലേവുകൾ. ആ ലേബർ റൂമിൽ ഓട്ടോക്ലേവുകൾ യൂസ് ചെയ്ത് ഡിവൈസുകളെ, ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവ് എന്താണ്? ഒരു സ്റ്റെറിലൈസർ ആണ്. അതേപോലെ തന്നെ സൊല്യൂഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസും സ്റ്റെറിലൈസേഴ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെ ടൂൾസ് ആണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലേബർ ടേബിൾ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്തായിരുന്നു? വർക്കിംഗ് ബെഡ് അല്ലെങ്കിൽ ഡെലിവറി ടേബിൾ. ഓക്കെ, ദെൻ റേഡിയൻ വാർമർ എന്തായിരുന്നു? ന്യൂബോൺ ബേബി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ. ന്യൂബോൺ ബേബീസിന് കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് റേഡിയൻ വാർമർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെറിലൈസേഴ്സ് എന്തിനാണ്? ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സ്റ്റെറിലൈസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫീറ്റൽ ഡോപ്ലർ. എന്താണ് ഫീറ്റൽ ഡോപ്ലർ? വെരി ഗുഡ്. ബേബിയുടെ ഇൻഫാന്റിന്റെ എന്ത് ചെയ്യുന്നതിന്? ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ബേബിയുടെ ഗർഭാവസ്ഥയിലുള്ള ആ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒബ്സർവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഉപകരണമാണ് ഫീറ്റൽ ഡോപ്ലർ. ഓക്കെ, കയ്യിൽ പിടിക്കാൻ കഴിയുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ.
അതൊന്നുകൂടെ പറയാമോ മാം? ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒബ്സർവ് ചെയ്യുന്നതിനുള്ള ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ. ഹാൻഡ് ഹെൽഡ് മീൻസ് നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന പോർട്ടബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഉപകരണമാണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. അപ്പോ ലേബർ ടേബിൾ പറഞ്ഞു, റേഡിയൻ വോമർ എന്താണെന്ന് പറഞ്ഞു, ദെൻ സ്റ്റെറിലൈസേഴ്സ് എന്താണെന്ന് പറഞ്ഞു, ദെൻ ഫീറ്റൽ ഡോപ്ലർ. നെക്സ്റ്റ് വൺ എന്താണ്? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തിനു വേണ്ടിയാണ്? ഈ പ്രസവ സമയത്ത് ഉണ്ടാകാവുന്ന കോൺട്രാക്ഷൻസ് ഉണ്ടാകുമല്ലോ, ഈ കോൺട്രാക്ഷൻസിന്റെ ഫ്രീക്വൻസി മനസ്സിലാക്കുന്നതിനും ഈ ബേബിയുടെ ഹാർട്ട് ബീറ്റ് നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കോൺട്രാക്ഷൻസിന്റെ ഫ്രീക്വൻസി മനസ്സിലാക്കുന്നതിനും പിന്നെന്തിനാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. Okay, these tools and accessories need to be cleaned, set aside and dried after each use. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളും എങ്ങനെയായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ക്ലീൻ ആയിട്ട്. ഓക്കെ, ക്ലീൻ ചെയ്യണം. പിന്നെന്താണ്? ഡ്രൈഡ്, ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് കീപ്പ് ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ. ഓരോ യൂസിന് ശേഷവും എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കീപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Okay, all labor room equipment must be in good functioning order and be prepared for usage according to staff. എല്ലാ ഡിവൈസുകളും എങ്ങനെയാണ്? നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന്, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ അടുത്ത യൂസിന് വേണ്ടി അത് പ്രിപ്പയർഡ് ചെയ്ത് വെക്കുകയും വേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, എന്തൊക്കെ ചെയ്യണം? അപ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് എന്താണ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ടായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അടുത്ത യൂസിന് വേണ്ടി അത് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് വെക്കുകയും വേണം. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ടൂൾസ്? ഏതൊക്കെയാണ്? അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലേബർ ടേബിൾ ഉണ്ടാവും. എന്തോ? ലേബർ ടേബിൾ ഉണ്ട്. ലേബർ ടേബിൾ ഉണ്ട്. ലേബർ ടേബിൾ എന്തിനു വേണ്ടിയുള്ളതാ? ലേബർ ടേബിൾ എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഡെലിവറി നടത്താൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യുന്നത്, ബർത്തിങ് ബെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് റേഡിയന്റ് വാർമർ. അതിന്റെ വ്യൂസ് എന്താ? ന്യൂബോൺ ബേബീസിനെ കൺട്രോൾ ചെയ്ത് വാം കിട്ടാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ വാംത്ത് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ദെൻ പിന്നെ സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്. സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞാൽ ലേബർ റൂം എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓട്ടോക്ലേവ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ പിന്നെന്തായിരുന്നു? ഫീറ്റൽ ഡോപ്ലർ ഉണ്ട്. ഫീറ്റൽ ഡോപ്ലർ. ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്ന ഡിവൈസ്, ഒരു ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഡിവൈസസ് ആണ് ഫീറ്റൽ ഡിവൈസസ്. അൾട്രാസൗണ്ട് ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ. ഓക്കെ, പിന്നെന്തായിരുന്നു? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. അത് ഡെലിവറി ടൈമിൽ കോൺട്രാക്ഷന്റെ ഫ്രീക്വൻസി മനസ്സിലാക്കുന്നതിനും ബേബീസിന്റെ ഹാർട്ട് റേറ്റ് പരിശോധിക്കുന്നതിനുള്ള ഡിവൈസ് ആണ്. നമ്മൾ പറഞ്ഞ എല്ലാ ഡിവൈസുകളും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം, വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്ത ഒരു യൂസേജിന് വേണ്ടിയിട്ട് അത് റെഡിയാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ഓക്കെ, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള നടപടികൾ അല്ലെങ്കിൽ മെഷേഴ്സ് എന്തൊക്കെയാണ് ഈ ലേബർ റൂമിനുള്ളിൽ എല്ലാ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്?
സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും എങ്ങനെയായിരിക്കണം? ഈ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്? ഏതൊക്കെയായിരിക്കാം ഈ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്? ധരിക്കുക. എന്തോ PP. ഓക്കെ, വെരി ഗുഡ്. PP വെയർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്? അത് മാത്രമുള്ളോ? അത് മാത്രം ഫോളോ ചെയ്താൽ മതിയോ എല്ലാ മെഡിക്കൽ സ്റ്റാഫ്? സ്ക്രബിംഗ് ഹാൻഡ് സ്ക്രബ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഹാൻഡ് സ്ക്രബ് ചെയ്യണം, PP വെയർ ചെയ്യണം. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ ഏതൊക്കെ ആയിരിക്കാം? എന്തോ? ഓക്കെ, ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, PP വെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു? സ്ക്രബിംഗ്. ഓക്കെ, എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്ക്രബിംഗ് ചെയ്തിട്ടാണ് സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണ്ടേ? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യണം. പിന്നെന്താണ്? പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണ്ടേ? ഒരു ലേബർ റൂമിൽ എത്തുന്ന പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാ? ഏതൊരു പേഷ്യന്റ് ആയിക്കോട്ടെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 2 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ റെക്കോർഡ്, ഫുൾ നെയിം ഇൻക്ലൂഡിങ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം നോക്കി ഉറപ്പ് വരുത്തണം. പിന്നെന്തായിരുന്നു മറ്റൊരു മെത്തേഡ്? എന്തായിരുന്നു? റിസ്റ്റ് ബാൻഡ്. വെരി ഗുഡ്. റിസ്റ്റ് ബാൻഡ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നോക്കി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? റിസ്റ്റ് ബാൻഡിൽ അവരുടെ പേരുണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെന്താണ്? ബാർകോഡ്. ബാർകോഡ്. ചില ഹോസ്പിറ്റലുകളിൽ ബാർകോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് നമ്പറും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? നീഡിൽ ആൻഡ് ഷാർപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ലേബർ റൂമില് നീഡിൽ, ഷാർപ്സ് പോലുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? എന്താണ്? ബയോളജിക്കൽ ഹസാർഡ്. നമ്മൾ സ്പില്ലേജ്, പങ്ക്ചർ റെസിസ്റ്റന്റ് ബാഗ്സിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. വെരി ഗുഡ്. എങ്ങനെയാണ്? പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ബാഗിലോ ആയിരിക്കണം നമ്മൾ ഇത്തരം വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, മറന്നുപോയോ? നമ്മൾ മാനേജ്മെന്റോ സ്പില്ലേജ് വേസ്റ്റിൽ ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ്, മരുന്നുകൾ സേഫ് ആയിട്ട് സൂക്ഷിക്കണം, വേണ്ടേ? പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്? PP വെയർ ചെയ്യണം. പിന്നെന്താണ്? സ്ക്രബിംഗ് മെത്തേഡ്. പിന്നെന്താണ്? നീഡിൽസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഐഡന്റിഫൈ പേഷ്യൻസ്, ഐഡന്റിഫൈ ചെയ്യണം. അപ്പോ ഇതെല്ലാം മെഡിക്കൽ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഇത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ എന്താണ്? പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. എന്താ അതിൽ പറയുന്നത്? ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? Periodic in service and training sessions on infection control to be held. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയാൻ കാരണം?
എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് നൽകേണ്ടത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് നൽകേണ്ടത്? കറന്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ട്രെയിനിങ് മെത്തേഡ്സുകളാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ട എന്താണ് മെത്തേഡ്സുകളാണ് ട്രെയിനിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണത്? നമുക്കറിയാം ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കും അല്ലേ? ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഫോളോ ചെയ്ത മെത്തേഡ്സ് ആയിരിക്കില്ല ചിലപ്പോ ഈ ഇയറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ ആ കറന്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകളെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കും, അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോട്ടോകോൾസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള കറന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? Then the clothing worn should be sanitary and clean. Okay, എന്താണ്? അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ എന്തിനാണ്? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണത്? ജം ഫ്രീ ആകുന്നതിന് വേണ്ടി. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഹൈജീനിലുള്ള എങ്ങനെയാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യണം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, എല്ലാ പ്രോട്ടോകോൾസും എല്ലാ മെഡിക്കൽ സ്റ്റാഫും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ്സും അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യണം എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽസിലെ പ്രോട്ടോകോൾസ് ആണ്. അത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാ 3 റീസൺസ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഓഫ് കോഴ്സ് അല്ലേ? പിന്നെന്താണ്? ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ? Then PPE has to be accessible. PPE എങ്ങനെയായിരിക്കണം? ആക്സസിബിൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ് PPE ആക്സസിബിൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കാം? പ്രൊട്ടക്റ്റീവ് വെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ. പിന്നെ എന്തൊക്കെയായിരിക്കാം കാരണങ്ങള്? നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു. ഓക്കെ, നമ്മൾ ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യണം, വേണ്ടേ? കെയർ പ്രൊവൈഡ് ചെയ്യണം. ആ സമയത്ത് PPE ആക്സസിബിൾ അല്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ? നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതിലൂടെ മറ്റുള്ള ആളുകൾക്കും അത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ PPE ഈസിലി അവൈലബിൾ ആയിരിക്കണം. അത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? പിന്നെ PPE വെയർ ചെയ്യണം എന്ന് പറയുന്നതും എന്താണ്? ഒരു പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, അതൊരു റൂൾസ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. അതും ഫോളോ ചെയ്യണം. എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. ഓക്കെ, എന്തൊക്കെയാണ് ട്രെയിനിങ്? എന്തിലൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്? ജനറൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യത്തിലാ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകേണ്ടത്? ഏതിലൊക്കെയാണ്? പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം, വേണ്ടേ? അതിന് ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ്, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? CPR കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, വേണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകിയിരിക്കണം. പിന്നെന്താണ്? പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യാനായിട്ട്, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എന്താണ്? സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ആണെങ്കിൽ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം, വേണ്ടേ? നമ്മൾ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നെന്താണ്? പേഷ്യന്റുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ട ട്രെയിനിങ് നൽകിയിരിക്കണം.
ഓക്കെ, പ്ലസന്റ് ആയിട്ട് പേഷ്യന്റിനെ കംഫർട്ട് ആകാനുള്ള പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും ആർക്ക് നൽകിയിരിക്കണം? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ഇതൊക്കെയാണ് ജനറൽ പ്രാക്ടീസസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Then infection patients should be admitted in accordance with the hospital protocols. ഓക്കെ, ഒരു ഇൻഫെക്ഷനുമായിട്ട് ഒരു പേഷ്യന്റ് വരുന്നു. ഓക്കെ, അപ്പൊ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്? അല്ലെങ്കിൽ ആ പ്രോട്ടോകോൾസ് പാലിച്ച് മാത്രമായിരിക്കണം ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? നമ്മൾ നേരത്തെ കോവിഡിന്റെ ടൈമിൽ പറഞ്ഞു അല്ലെ, കോവിഡിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻസ് പേഷ്യന്റ് ആണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ ആയിരിക്കാം? നമ്മൾ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് അസസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? പ്രീ അഡ്മിഷൻ സ്ക്രീനിങ് എന്ന് പറയും. അതായത് അഡ്മിഷന് മുൻപ് ആ പേഷ്യന്റിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് കണ്ടീഷനൊക്കെ എന്താണ് അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സിംറ്റംസ്, പേഷ്യന്റിന്റെ സിംറ്റംസ് അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ പേഷ്യന്റിനെ? സപ്പോസ് കോവിഡുമായിട്ട് ഒരാൾ വന്നു, എന്തൊക്കെ പ്രിക്കോഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത്? നമ്മൾ അസസ് ചെയ്തു ആ പേഷ്യന്റിന് എന്താണ് കോവിഡ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രിക്കോഷൻസ് ആ ഹോസ്പിറ്റലിൽ എടുക്കും? എന്തൊക്കെയായിരിക്കാം? ഐസൊലേറ്റ് ചെയ്ത റൂമിലേക്ക് മാറ്റും. പേഷ്യന്റിന് എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയായിരിക്കാം? പേഷ്യന്റിന്റെയും മറ്റുള്ളവരുടെയും പ്രൊട്ടക്ഷന് വേണ്ടി PPE വെയർ ചെയ്യിപ്പിക്കും. ഓക്കെ, പേഷ്യന്റിന്റെയും മറ്റുള്ളവരുടെയും പ്രൊട്ടക്ഷന് വേണ്ടി PPE വെയർ ചെയ്യണം. പിന്നെന്താണ്? പിന്നെന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഒഴിവാക്കണം. ഓക്കെ, ട്രാവൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യും. ആ പേഷ്യന്റ് എവിടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഹിസ്റ്ററി ചെക്ക് ചെയ്യും. ആർക്കൊക്കെ ഇത് പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവര് വിലയിരുത്തും. പിന്നെന്താണ്? പേഷ്യന്റ് ഏരിയാസ്, കോണ്ടാക്റ്റിൽ വന്ന ഏരിയാസ് എല്ലാം എന്ത് ചെയ്യും? ജം ഫ്രീ ആക്കും. ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഒരു പേഷ്യന്റ്, ഇൻഫെക്ഷനുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ധാരാളം പ്രോട്ടോകോൾസ് പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞതൊക്കെയാണ് പ്രോട്ടോകോൾസ്. PPE വെയർ ചെയ്യണം, ആ ഏരിയ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, PPE വെയർ ചെയ്യണം. ഇതൊക്കെയാണ് പ്രോട്ടോകോൾസ്. നെക്സ്റ്റ് എന്താണ്? All fitting clothing tools and waste need to be treated as contaminated and handled carefully. അപ്പോ ഈ ലേബർ റൂമിൽ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള ക്ലോത്ത്സ് ആയിക്കോട്ടെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിവൈസുകൾ ആയിക്കോട്ടെ, എങ്ങനെയാണ് വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അത് നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ ബ്ലഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ലേബിൾഡ് ബാഗിൽ അല്ലേ, ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ വേണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? അബ്സോർബൻ പാഡ്സുകൾ, വെരി ഗുഡ്, അബ്സോർബൻ പാഡ്സുകൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വേസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ അബ്സോർബൻ മെറ്റീരിയൽസ് ഫൈനലി എന്താണ് ഒരു വേസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ അബ്സോർബൻ മെറ്റീരിയൽസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ടതുണ്ട്. Then instruments and other supplies are cleaned, sterilized and processed. നമ്മൾ ഉപയോഗിച്ച എല്ലാ ഡിവൈസുകളും എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റെറിലൈസ് ചെയ്യണം അല്ലെ, ക്ലീൻഡ് ആയിട്ട് സൂക്ഷിക്കണം. ആൻഡ് പ്രോസസ്ഡ് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു ഡിവൈസ് യൂസ് ചെയ്തു, അതിനെ വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് എന്തെല്ലാം സ്റ്റെപ്സിലൂടെ അത് കടന്നു പോകണം?
സപ്പോസ് നമ്മളൊരു സിസർ യൂസ് ചെയ്തു, ലേബർ റൂമിൽ നമ്മളൊരു സിസർ യൂസ് ചെയ്തു, അത് നെക്സ്റ്റ് പേഷ്യന്റിന് അതേ സെയിം സിസർ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം? എന്തൊക്കെയായിരിക്കണം? സ്റ്റെറിലൈസേഷൻ. വെരി ഗുഡ്. നമ്മൾ അതിനെ ക്ലീൻ ചെയ്തിരിക്കണം, വേണ്ടേ? ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെന്താണ്? ഡ്രൈ ചെയ്യണം. ഡ്രൈ. വെരി ഗുഡ്. ഡ്രൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. വെരി ഗുഡ്. പിന്നെന്താണ്? ഡ്രൈ, ക്ലീൻ ചെയ്യണം, ഡ്രൈ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, വേണ്ടേ? അത് ടെസ്റ്റ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം അടുത്ത യൂസിന് വേണ്ടി റെഡിയാക്കണം. വെരി ഗുഡ്. അടുത്ത യൂസിന് വേണ്ടി അത് റെഡിയാക്കി സ്റ്റോർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഏതൊരു ഡിവൈസ് ആയാലും വൺ ടൈം യൂസ് ചെയ്താൽ നെക്സ്റ്റ് ടൈമിൽ അത് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ക്ലീൻ ചെയ്യണം, ഡ്രൈ ചെയ്യണം, വീണ്ടും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അടുത്ത യൂസിന് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, then patient should be provided with sterile robes. Sterile robes means ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് പേഷ്യൻസിന് വെയർ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. ഓക്കെ, പേഷ്യന്റിന് ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയാണ്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വെയർ ചെയ്യാനായിട്ട് നൽകേണ്ടത് എന്ന് പറയുന്നത്. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അപ്പൊ ഈ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ പോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കാം? ഇൻഫെക്ഷൻസ് അല്ലെ, ഇൻഫെക്ഷൻസ് അവർക്കും പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെന്തായിരിക്കാം? ഓക്കെ, അവരിപ്പോ ഒരു പെർട്ടിക്കുലർ വർക്ക് കൊടുക്കണം. ആ വർക്കിന് അവർ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആണോ എന്ന് അറിയണ്ടേ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് അറിയണ്ടേ? ഓക്കെ, ഫസ്റ്റ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയണം, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വർക്കിന് വേണ്ടി അവർ അസൈൻ ചെയ്യുമ്പോൾ അവർ ആ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ ശരീരം ഫിറ്റ് ആണോ എന്ന് അറിയണം, വേണ്ടേ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് എംപ്ലോയീസിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരുടെ ഹെൽത്ത് ചെക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മെഷേഴ്സ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ട മെഷേഴ്സ്, നടപടികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? സൂര്യ. ഫസ്റ്റ്, സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം ഒരു മെഡിക്കൽ സ്റ്റാഫ്. അതായത് PPE വെയർ ചെയ്തിരിക്കണം, പ്രോപ്പർ സ്ക്രബിങ് ചെയ്തിരിക്കണം, ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്തിരിക്കണം, പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെക്ഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. അതായത് ഹോസ്പിറ്റല് ഫോളോ ചെയ്യേണ്ട മെത്തേഡ്സ്, അതിനെപ്പറ്റി ഹെൽത്ത് കെയർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്തിരിക്കണം. കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ടെക്നോളജീസോ പ്രോട്ടോകോൾസോ എല്ലാം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഹെൽത്ത് കെയർ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. അതായത് ക്ലോത്ത് ക്ലീൻ ആയിരിക്കണം ടു മെയിൻറ്റെയിൻ ഹൈജീൻ ആൻഡ് ടു കൺട്രോൾ ഇൻഫെക്ഷൻ. പിന്നെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സ് വേണം വെയർ ചെയ്യാൻ. നെക്സ്റ്റ്, PPE ഹാസ് ടു ബി അക്സസിബിൾ. അതായത് PPE എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫും അത് എവിടെയാണ് ലൊക്കേഷൻ, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. PPE വെയർ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം. ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ്. അതായത് പ്രോട്ടോകോൾസ് എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്തിരിക്കണം. ഒരു പേഷ്യന്റ് വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കണം.
പിന്നെ പേഷ്യന്റിന്റെ ഡാറ്റാസ് ഒക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവര്. പേഷ്യന്റിനോട് പ്ലസന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? നെക്സ്റ്റ്, ഇൻഫെക്ഷൻ പേഷ്യന്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ. ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം ഇൻഫെക്റ്റഡ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രീ അഡ്മിഷൻ സ്ക്രീനിങ് ഉണ്ട്, ടു അസസ് സിംറ്റംസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് PPE വെയർ ചെയ്തിരിക്കണം. പിന്നെ അവരുടെ ട്രാവൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തിരിക്കണം. അവര് ഐസൊലേറ്റഡ് റൂമിലേക്ക് മാറ്റിയിരിക്കണം. പിന്നെ ജെം ഫ്രീ, അവര് ബന്ധപ്പെട്ട ഏരിയാസ് ഒക്കെ ജെം ഫ്രീ ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ഓൾ ഫിറ്റിംഗ് ക്ലോത്തിങ് ടൂൾസ് ആൻഡ് വേസ്റ്റ് നീഡ് ടു ബി ട്രീറ്റഡ് ആസ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഹാൻഡിൽഡ് കെയർഫുള്ളി. എല്ലാ ക്ലോത്തിങ്ങും അതുപോലെ തന്നെ വേസ്റ്റും എല്ലാം കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യണം, ഡ്രൈ ചെയ്യണം, അത് ചെക്ക് ചെയ്യണം, പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ റോബ്സ്. ക്ലീൻ ആയ ഡ്രസ്സ് വേണം പേഷ്യന്റിന് കൊടുക്കാൻ. നെക്സ്റ്റ് ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. ഒരു എംപ്ലോയീസിന്റെ ഹെൽത്തും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഫോർ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതിരിക്കാനും പിന്നെ അവരുടെ ബോഡി ഫിറ്റ് ആണോ എന്ന് അറിയാനും വേണ്ടി. പ്രോപ്പർ ആയിട്ട് നമുക്ക് അവരുടെ ഹെൽത്തും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂമില് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെയാണെന്നും ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. ഓക്കെ, ഈ 2 ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കും ക്ലിയർ ആണോ? അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? Okay, ma'am. ബൈ. താങ്ക് യു മാം. Thank you, ma'am.